നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് ഉപ്പിലിട്ടതാണ്. നമ്മളെല്ലാവരും ബീറ്റ്റൂട്ട് ഉപ്പിലിടാറുണ്ട്. നല്ലതുപോലെ ഒന്ന് നമുക്ക് ഉപ്പിലിട്ട് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്കൊരു ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചിരവിയെടുക്കാം. അപ്പോഴിതാ എല്ലാം ചിരവിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റു ചേരുവകൾ കൂടി തയ്യാറാക്കാം. ഇഞ്ചി, സവാള, പച്ചമുളക് എന്നിവയാണ് ബാക്കി സാധനങ്ങൾ. ആദ്യം നമുക്ക് ഇഞ്ചിയൊക്കെ മുറിച്ചെടുക്കാം, ചെറു കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇനി നമുക്ക് സവാളയും അതുപോലെ പച്ചമുളകും അരിഞ്ഞെടുക്കാം. ഇപ്പം നോക്കൂ, നമ്മുടെ എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഉപ്പിലിട്ട് വെക്കാം. അതിനുവേണ്ടി നമുക്കൊരു ഗ്ലാസിൻ്റെ ബോട്ടിലെടുക്കാം. അത് വൃത്തിയായി കഴുകി തുടച്ച് വെക്കണം, ഉണക്കി വെക്കണം. അതിലേക്ക് ആദ്യം തന്നെ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർക്കാം. ബാക്കിയുള്ള സ്ഥലത്ത് വീണ്ടും ഇതുപോലെ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇഞ്ചി, ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ഒരു ചെറിയ കപ്പ് വിനാഗിരിയും ചേർക്കാം. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുപ്പി അടച്ചു വെച്ചതിന് ശേഷം നന്നായി ഒന്ന് കുലുക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് നാളെ എടുത്ത് നോക്കാം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ നമുക്കപ്പോൾ നോക്കാം. നോക്കൂ, ഇത് നമ്മൾ ഇന്നലെ ഇട്ട് വെച്ചതായിരുന്നു, ഉപ്പിലിട്ട് വെച്ചതായിരുന്നു. ഇതടുത്ത് നോക്കുമ്പോൾ ഈ ഉള്ളിയുടെയും മുളകിൻ്റെയും ഒക്കെ നിറം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതൊന്ന് എടുത്ത് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. നോക്കൂ, ഇതെല്ലാം ഉപ്പും അതുപോലെ വിനീഗറൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.